നമസ്കാരം. നവകേരള യാത്രക്കിടെ വഴിയരികിൽ കരിങ്കൊടി കാണിച്ച് അടിവാങ്ങാനും ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇരയാകാനും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസുകാർ ഇല്ല. പകരം അവരുടെ പ്രതിഷേധം എയറിലായിരുന്നു. മഴയും തണുപ്പുമൊക്കെ പിടിച്ച് വഴിവക്കിൽ കിടന്ന് കരിങ്കൊടി കാട്ടി പോലീസിൻ്റെയും ഗൺമാന്മാരുടെയും കുട്ടിസഖാക്കളുടെയും അടികൊള്ളുന്നത് ഒഴിവാക്കിയാണ് അവർ കറുത്ത നിറത്തിലുള്ള ബലൂൺ പറത്തി പ്രതിഷേധിച്ചത്. നവകേരള സദസ്സിൻ്റെ ആറന്മുള മണ്ഡലത്തിലെ വേദിയായ ജില്ലാ സ്റ്റേഡിയത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസുകാർ കറുത്ത നിറമുള്ള ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ പറത്തിവിട്ടത്. ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പതാകയും കരിങ്കൊടിയും ബലൂണുകളുടെ അടിയിൽ കെട്ടിവെച്ച ശേഷം സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് പറത്തിവിടുകയായിരുന്നു. പിണറായിയും ക്യാബിനറ്റും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ജില്ലാ ആസ്ഥാനത്ത് എത്തിയതിനു മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും സഹായങ്ങളും നൽകിക്കൊണ്ടിരുന്ന സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് സർവ്വവിധ സന്നാഹങ്ങളുമായി വന്ന് ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത്. ജില്ലാ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ വേദിയിലാണ് നവകേരള സദസ്സ് നടന്നത്. അതിനു മുന്നോടിയായി പിണറായി വിശിഷ്ടാതിഥികളെ കണ്ടത് തൊട്ടടുത്ത് തന്നെയുള്ള മാക്കാംകുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു. ഇവിടെ തന്നെയാണ് പത്രസമ്മേളനവും നടത്തിയത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് KSRTC ബസ് സ്റ്റാൻഡ്. മണ്ഡലകാലം തുടങ്ങിയ നാൾ മുതൽ ബസ് സ്റ്റാൻഡിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കാണ് ഇടിവണ്ടിയുമായി പോലീസ് വന്ന് പ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിച്ച് കരുതൽ തടങ്കലിലാക്കിയത്. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു മാത്യു, കുമ്പഴ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഫി, അഖിൽ സന്തോഷ്, കാർത്തിക്, അസ്ലം കെ, അനൂപ്, ഷെഫിൻ ഷാനവാസ്, അജ്മൽ അലി, റോബിൻ വല്ലിയേന്തി, ഷാനി കന്നങ്കര എന്നീ പ്രവർത്തകരെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു കരുതൽ തടങ്കൽ. ഒരു കരിപ്പൊടി കാണിക്കാൻ പറ്റത്തില്ല, ഒരു പ്രതിഷേധം നടത്താൻ പറ്റത്തില്ല. ഇതൊക്കെ കേരളം യുവാന്റെയാണ്. പോലീസിന്റെ പ്രവർത്തനങ്ങൾ സംസാരിക്കുക. പിന്നെ അവിടെ ഹെൽപ്പർ സ്കീമിന്റെ കുറച്ച് തന്നെ അയ്യപ്പന്മാർക്ക് പണം കൊടുക്കുന്നു, അല്ലെ ഓർമ്മ കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. വളരെ അമ്മ കയറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ഇവരെ വളർന്നു വെക്കാറുണ്ട് വേണമെങ്കിൽ ഈ അയ്യപ്പന്മാരോട് വാങ്ങിക്കുന്ന ഒരു തെറ്റുകൂടായത് ഇവരെ വളരെ രസപ്പെടണം. വിളിക്ക് DSPയോ പോലീസുണ്ട്, കുറച്ചാളുകൾ ഗുണ്ടകളായി പറഞ്ഞിട്ടുണ്ട്, യൂണിഫോമിൽ കൊണ്ടുവരാറുണ്ട്. എല്ലാവരും ഉണ്ട്, അറിയാം. ഇതൊക്കെ ഇതിനേക്കാളും വലിയ ആളുകളൊക്കെ ഇപ്പം മേശപ്പണിക്ക് നടക്കുക. ബംഗാളിലെ ആളുകളൊക്കെ ബംഗാളിൽ ഇരുന്ന ആളുകളൊക്കെ ഇപ്പം മേശപ്പണിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ ഉണ്ടായിട്ട് കാണിച്ച ആളുകളാണ്.